coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഷക്കേന ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന റേമ ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും, ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ്. ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് വലിയ പ്രവർത്തികൾ നമ്മുടെ മധ്യേ വെളിപ്പെടുത്തും. ഈ സമയം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആവശ്യങ്ങളൊക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റായി, മെസ്സേജായി സെൻഡ് ചെയ്യാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും വിവിധങ്ങളായ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. കണ്ണുനീരോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, പലവിധ ആശങ്കകളും ആകുലതകളുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യം വ്യാപരിക്കുന്ന സമയമാണ്. നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പല ദിക്കുകളിലും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഈ തിരുവചനങ്ങളെ സ്വീകരിക്കുവാനും കർത്താവ് നൽകുന്ന നവമായ അഭിഷേകം സ്വന്തമാക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 1-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ്. 4:1 അവിടെ ശ്രീകൻ നമ്മോട് പറയുന്നത്, ആകയാൽ പ്രിയപ്പെട്ടവരെ
ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ആലോചന. എന്തൊക്കെ സംഭവിച്ചാലും, എന്തെല്ലാം ദുരിതങ്ങളും ദുരന്തങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് മേൽ ആഞ്ഞടിച്ചാലും, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. നിലനിൽക്കുന്ന വിശ്വാസം, നിലനിൽക്കുന്ന അഭിഷേകം, നിലനിൽക്കുന്ന കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന, പ്രത്യാശിക്കാൻ വകയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ലോകത്തിലും നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. കോവിഡിന്റെ 2ാം തരംഗം ലോകം മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തും നമ്മളായിരിക്കും നമ്മുടെ ദേശത്തൊക്കെ ഒരുപാട് ഇത് പെരുകിക്കൊണ്ടിരിക്കുന്നു. അനേകർ ആശങ്കയിലും ഭയത്തിലുമാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന 10,000 നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തോട് പറയുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ട നാളുകളാണിത്. സൂക്ഷ്മതയോടെ വ്യാപരിക്കേണ്ട മണിക്കൂറുകള്. ലോകത്തിന്റെ സ്ഥിതിഗതികൾ ആകമാനം താറുമാറായിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട്. പച്ചയ്ക്ക് മനുഷ്യരെ കത്തിക്കുന്നു, ശ്മശാനങ്ങൾ പോലും നിറയുന്നു, വഴിയരികിൽ ആളുകൾ പിടഞ്ഞു മരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ കോവിഡിന്റെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സാമ്പത്തികമായ പ്രതിസന്ധികള്, കുടുംബത്തിലെ അസ്വസ്ഥതകള്, ജോലി നഷ്ടപ്പെടുന്നു, ഭാവി വളരെ ആശങ്കകളില്, ഇങ്ങനെ പ്രതീക്ഷ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിങ്ങൾ ഇത് കണ്ട് അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ ജാഗ്രതയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ഞാനും നിങ്ങളും വിശ്വാസം മൂലം ജീവിക്കേണ്ട നാളുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാളുകളിൽ വിശ്വാസത്തിന് ഭയങ്കര പവറുണ്ട്. വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസം വളരുവാൻ ചങ്കുപൊട്ടി കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. വീണ്ടും അപ്പോസ്തലന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാവുന്ന വചനമാണ്. മറ്റ് എല്ലാ പ്രാർത്ഥനകളെക്കാളും ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പലരുടെയും വിശ്വാസം ഇന്ന് മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാ, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം ഇടപെടാത്തത്? എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തത്? എന്താണ് ഇതിന് തീർപ്പുണ്ടാകാത്തത്? കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുന്നു. ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? നീ എന്താ പ്രാർത്ഥന കേൾക്കാത്തത്? കർത്താവേ, കരം നീട്ടണമേ. കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു. എന്നിട്ടും കാര്യങ്ങൾക്ക് പലപ്പോഴും പരിഹാരമുണ്ടാകുന്നില്ല. ഈ സമയത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. കാരണം വിശ്വാസം ക്ഷയിച്ചു പോകുന്ന, വിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന അനേകം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകവ്യാപകമായി ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും ആകുലതകളും ആശങ്കകളൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ തന്റെ ജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇത് കണ്ട് അസ്വസ്ഥരാകേണ്ട, ആകുലചിത്തരാകേണ്ട, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കേണ്ട സമയമാണിത്. അപ്പോസ്തലന്മാർ എന്താ പ്രാർത്ഥിച്ച്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ അവർ കർത്താവിനോട് ഇപ്രകാരം പറയുകയാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹൃദയം തുറന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. നിങ്ങളായിരിക്കുന്നിടത്തുനിന്ന് പ്രാർത്ഥിക്ക്. വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ, ടെലിവിഷനിലൂടെ, മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും ഹൃദയം നുറുങ്ങി കർത്താവിനോട് പറയണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, പ്രതിസന്ധിയുടെ നാളുകളിൽ, പ്രതികൂലത്തിന്റെ ഈ നാളുകളിൽ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ ഇടവരരുതേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം ഇരു കരങ്ങളെന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉണർവിന്റെ ആത്മാവാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, Holy Spirit, Holy Spirit, Holy Spirit. Hallelujah, hallelujah, hallelujah. സ്തുതിച്ച് പ്രാർത്ഥിച്ച് വിളിച്ചു പ്രാർത്ഥിച്ച് ആത്മാവേ വരണമേ, വരണമേ, വരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. വിശ്വാസ ക്ഷയത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുക. ഞങ്ങളായിരിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ വ്യാപരിക്കുക. ആത്മാവിന്റെ തീയായി, ആത്മാവിന്റെ കാറ്റായി പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് സന്തോഷത്തോടെ കരമടിച്ച് അഭിഷേകം നിറവോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവെ പ്രവർത്തിക്കണമേ. കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യണമേ. അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയേ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. എല്ലാവരും ചേർന്ന് പാടുന്നു. ആമേൻ. നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. ഹല്ലേലൂയ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. ഒരിക്കൽ കൂടെ എല്ലാവരും. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. എത്ര പേര് പ്രാർത്ഥിച്ചു പാടും. ഈശോയേ, കൃപ തരണമേ, അഭിഷേകം നൽകണമേ. നാഥാ നീ തന്നിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ.
കർത്താവേ, ഈ കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മകൾ അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. ഐക്യവും സ്നേഹവും എല്ലാവരും ഒരുമിച്ച് പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. ആമേൻ, ആമേൻ, ആമേൻ. തന്നിടും ഈശോയേ, ഈശോയേ, ഈശോയേ. നാഥാ നിൻ സന്നിധിയിൽ. കുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാലഘട്ടത്തിന്റെ അഭിഷേകം, ഇന്നിന്റെ അഭിഷേകം കർത്താവേ ആയിരങ്ങളിലേക്ക് പകരണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറക്കനാഥാ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന്, തുറക്കനാഥാ നീരുറവ ഇന്ന് തുറക്കനതാ, നീരുറവ ഇന്ന് തുറക്കനാഥാ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് എല്ലാം മറന്ന് വിളിക്കുന്നു. ഈശോയേ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, അഭിഷേകം നൽകണമേ, വചനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ആത്മാവിനെ വർഷിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം ജ്വലിപ്പിക്കണമേ, വിശ്വാസം ഉണർത്തണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ വിശ്വാസത്തിന്റെ തീയായി, വിശ്വാസത്തിന്റെ ആത്മാവായി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും ശൗസേ പിതാവിൻ്റെ സഹായവും സകല വിശുദ്ധരുടെയും മലാഖമാരുടെയും പ്രത്യേകമായ ശുശ്രൂഷയും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ നിയോഗങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ. അമ്മ മാതാവേ, നമ്മുടെ ഉമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും കാലത്തെ വിവേചിച്ചുകൊണ്ട് ദൈവകൃപയിൽ ജീവിക്കുവാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ മാതാവിന്റെ കരം പിടിച്ച് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടുകേ. ആവേ ആവേ അമ്മേ അമ്മേ അമ്മ മാതാവേ, അമലേ അമലേ ആവേ മരിയ, മരിയേ. അമലേ അമലേ മരിയേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ, ആവശ്യങ്ങളൊക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സന്ദേശമായിട്ട് അയക്കാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തുമാവട്ടെ നിങ്ങൾക്കത് സന്ദേശമായിട്ട് അയക്കാവുന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, കർത്താവിനെ നൽകിയത് ബുദ്ധിമോശമായി പോയോ? എല്ലാവരും ശ്രദ്ധിക്കണം. കർത്താവിനെ നൽകിയത് ബുദ്ധിമോശമായി പോയോ? ഈ കാലഘട്ടത്തിൽ ഈ വചനദൂതന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതും വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും വിശ്വാസം ജീവിക്കുന്നതൊക്കെ ബുദ്ധിമോശമായി പോയോ? ഇതെല്ലാം വേസ്റ്റാണോ?
കർത്താവിനെ സ്നേഹിച്ചത്, കർത്താവിനെ ആരാധിച്ചത്, അത് പാഴായി പോയോ? ഞാൻ എൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയോ? എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം ഈ വിധമായി പോയല്ലോ. ഞാൻ ഇന്നോളം പ്രവർത്തിച്ചത് ബുദ്ധിമോശമായി പോയോ എന്ന് ചിന്തിക്കുന്ന അനേകരുടെ എണ്ണം ഈ നാളുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസത്തെ റേമ ശുശ്രൂഷയിൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞു: ഈ ഒരു മെസ്സേജ് എൻ്റെ ജനത്തിന് പകർന്നു കൊടുക്കുക. അനേകരിൽ നിന്ന് നിരാശിതരാണ്, ദുഃഖിതരാണ്, വിശ്വാസം ക്ഷയിച്ച് എല്ലാം നഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ടും ഈ രോഗം മാറിയില്ല, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയി. കോവിഡിന്റെ ആശങ്ക മൂലം എൻ്റെ കുടുംബത്തിൽ ഇത് വലിയ നാശമായി ഭവിക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, ജോലി നഷ്ടപ്പെടുന്നു, ബിസിനസ് തകരുന്നു, സാമ്പത്തികമായി ഒരുപാട് കടബാധ്യതകൾ, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു, അതിനനുസരിച്ചുള്ള വരുമാനമില്ല, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായി ഒത്തിരിയേറെ ജീവിതങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്, കർത്താവിന് നൽകിയത് അത് സമയമാകാം, സമ്പത്താകാം, ജീവിതമാകാം, ആരോഗ്യമാകാം, സാധ്യതകൾ, അവസരങ്ങളുമാകാം, ഇതൊക്കെ ബുദ്ധിമോശമായി പോയോ? ഇതൊക്കെ വെറുതെയായി പോയോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ നൽകുന്ന ആലോചന എന്താണ്? ഞാനും നിങ്ങളും വിശ്വാസം മൂലം ജീവിക്കേണ്ട നാളുകളിലാണ് ജീവിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വിശ്വാസത്തിന് വലിയ പവറാണ്, വലിയ ശക്തിയാണ്. വിശ്വാസം മൂലം തൻ്റെ ജനം ജീവിക്കേണ്ട നാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവജനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാം വചനത്തിൽ ഇപ്രകാരം ദൈവജനത്തോട് പറയുകയാണ്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇതൊരു പരിശോധനയുടെ സമയമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ദൈവകരുണയ്ക്ക് വേണ്ടി ഇത്രമാത്രം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളായിരിക്കുന്ന ഈ പ്രതിസന്ധികളിൽ വെളിപ്പെടാതെ പോകുന്നത്? പലരും ഈ നാളുകളിനോട് ചോദിച്ചു, എത്രയായിരങ്ങൾ ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഈ കോവിഡ് നിയന്ത്രിക്കപ്പെടുന്നില്ല? ഈ വൈറസ് ലോകത്ത് മാറിപ്പോകുന്നില്ല? ഇതിന്റെ വ്യാപനം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കാത്തത്? യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, നമ്മുടെ വിശ്വാസം സത്യമാണെങ്കിൽ, നമ്മുടെ കർത്താവ് സർവശക്തനും സർവാധിപനുമാണെങ്കിൽ, ഇന്ന് ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ലേ? എന്താ പരിഹാരമുണ്ടാകാത്തത്? കോവിഡ് മൂലം, പ്രിയപ്പെട്ടവരുടെ മരണം മൂലം, വേർപാട് മൂലം വേദനിക്കുന്ന, നൊന്ത് നീറുന്ന പല ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ജോലി നഷ്ടപ്പെട്ടവര്, പഠനം നഷ്ടപ്പെട്ടവര്, ബിസിനസ് തകർന്നു പോയവര്, കുടുംബം താറുമാറായവര് എന്ന് വേണ്ട പലവിധ പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന ഒരുപാട് ജീവിതങ്ങള്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത്? ഇതൊരു പരിശോധനയാണ്. അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്ന ദൈവീക അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയാൻ, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, ഒരു വശത്ത് മതപീഡനം വർദ്ധിച്ചു വരുന്നു,
നൈജീരിയ സഭ ഇന്ന് രക്തസാക്ഷിത്വത്തിന്റെ സഭയാണ്. നൂറുകണക്കിന് ക്രൈസ്തവരാണ് അവിടെ വധിക്കപ്പെടുന്നത്. ബൊക്കോ ഹറാം തീവ്രവാദ സംഘടന, ഫുലാനി എന്ന ഗോത്രവർഗക്കാര്, ഇവരുടെയൊക്കെ പീഡനങ്ങൾ മൂലം നൈജീരിയയിലെ ദൈവജനം വളരെ കഷ്ടതയിലാണ്. മധ്യപൂർവേഷ്യയിലെ, അതുപോലെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ദിക്കുകളിലും ഓരോ ദിനവും അനേകം ക്രൈസ്തവർ വിശ്വാസത്തിനോട് വധിക്കപ്പെടുന്നു. മറുഭാഗത്ത് ദൈവനിഷേധം വർദ്ധിക്കുന്നു, ദൈവദൂഷണം വർദ്ധിക്കുന്നു, വിശ്വാസത്യാഗം സംഭവിക്കുന്നു. തീവ്രവാദവും ലോകവ്യാപകമായ അക്രമങ്ങളും മറ്റിടങ്ങളിലെല്ലാം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ വർധനവ് മൂലം സ്നേഹം തണുത്തു പോകുന്നു. ഇന്ന് വേണ്ട അനേകം കാലത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലെ ദൈവജനം ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട നാളുകളാണ്. ഈ ലോകത്തിന്റെ ഒഴുക്കിനൊപ്പം ഒഴുകി പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി വളരെ ശ്രദ്ധയോടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ട നാളുകൾ. വിശ്വാസം മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടി വിശ്വാസത്തിൽ നിലനിന്ന് ജീവിക്കേണ്ട നാളുകൾ. ഈ ഒരു പരിശോധനയുടെ സമയമാണത്. വെളിപാട് 3:10 പറയുന്നുണ്ട്, സകല ഭൂവാസികളെ എന്ന് പറഞ്ഞ ലോകത്തിലെ സകല മനുഷ്യരെയും. ഇന്നതാ സംഭവിച്ചിരിക്കുന്നത്. COVID-19 ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒരു ദേശത്തോ പ്രത്യേകമായ ഒരു സ്ഥലത്തോ അല്ല, ലോകം മുഴുവൻ അത് ഗ്രസിച്ചിരിക്കുക. ലോകവ്യാപകമായി ഈ വൈറസ് ഇന്ന് ബാധിച്ചിരിക്കുകയാണ്. വ്യക്തമായി വചനം പറയാ. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് പറഞ്ഞു, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് അമ്മ നിങ്ങളുടെ മധ്യേ വന്നിരിക്കുന്നത്. വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക്, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പകർച്ചവ്യാധികളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ, പലവിധ കഷ്ടതകളുടെ നാളുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മുടെ കുടുംബത്തിൻ്റെ, വ്യക്തിപരമായി നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി നമ്മൾ ജീവിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 25-ാം വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഇന്ന് ഈ വചനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനമാണ്. ഈശോ പഠിപ്പിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്താ കാര്യം? എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ഇവിടെ എടുത്ത് വചനം പറയും. 1, ശക്തമായ മഴ പെയ്തു. 2, വെള്ളപ്പൊക്കമുണ്ടായി. 3, കൊടുങ്കാറ്റ്, കാറ്റൂതുകയാണ്, ഭവനത്തിന് മേൽ ആഞ്ഞടിക്കുകയാണ്. എന്താണ് ഈ മഴ? എന്താണ് ഈ വെള്ളപ്പൊക്കം? എന്താണ് ഈ കൊടുങ്കാറ്റ്? നമ്മുടെ ജീവിതത്തിൽ നേരെ വരുന്ന പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ്, കടുത്ത സഹനങ്ങളാണ്, ഞെരുക്കങ്ങളാണ്, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില ദുരന്തങ്ങളാണ്, ദുരിതങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മാതാപിതാക്കളാകാം, മക്കളാകാം, സഹോദരി സഹോദരങ്ങളാകാം, നമ്മളേറെ സ്നേഹിക്കുന്നവരുടെ വേർപാടുകളാകാം, ചില പരാജയങ്ങളാകാം, വിട്ടുമാറാത്ത രോഗങ്ങള്, കഠിനമായ ആക്ഷേപങ്ങള്, അപഖ്യാതികള്, എന്തെന്നില്ലാത്ത വിധത്തിലുള്ള ദുഷിപ്പുകളും നിന്ദനങ്ങളും. ഇതൊക്കെയാണ് എൻ്റെ ദൈവമക്കളെ ഈ കാറ്റും വെള്ളപ്പൊക്കവും മഴയും എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമെന്ന് നമ്മുടെ കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതൊന്നും അവിചാരിതമല്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ സഭയോട്, തൻ്റെ ജനത്തോട് കർത്താവ് ഈ സത്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആഞ്ഞടിക്കും.
ഇവിടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചാലും ഞാൻ വിശ്വാസത്തിൽ പിന്മാറുകയില്ല. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ഗുജറാത്തിലാണ്. കോവിഡ് മൂലം അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ഒരേ ദിവസം ഇന്നലെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി ഈ ലോകം വിട്ട്. തൻ്റെ പ്രിയപ്പെട്ടവള് ഇന്ന് തന്നെ വിട്ടുപിരിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ചിലപ്പോൾ മാനുഷികമായ വിശദീകരണങ്ങൾ നൽകാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ യഥാർത്ഥ വിശ്വാസം വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല ദൈവമക്കളെ. വൈ ലോർഡ്, എന്തുകൊണ്ട് കർത്താവേ? വൈ മീ, എന്തുകൊണ്ട് എനിക്ക്? ഈ ഒരു ചോദ്യം കർത്താവിനോടില്ല. കാരണം നമ്മുടെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. കർത്താവ് എപ്പോഴും നന്മയുള്ളവനാണ്. അവർ ഗോഡ് ഈസ് ഗുഡ്. കർത്താവ് എപ്പോഴും നല്ലവനാണ്. സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ, പ്രതിസന്ധിയുടെ കാറ്റടിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ തിരമാലകൾ ആർത്തിരമ്പുമ്പോൾ, സഹനങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ ജീവിതത്തിന്മേൽ ആഞ്ഞു വീശുമ്പോൾ നാം തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് അപ്പോഴും നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്. ഇത് ധൈര്യത്തോടെ സ്നേഹത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസം. അപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കൂ, എൻ്റെ പൊന്നു സഹോദര, അത് പ്രസംഗിക്കാൻ എളുപ്പ, കേട്ടിരിക്കാനും എളുപ്പ. ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം ധീരതയോടെ ഏറ്റുപറയാൻ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, കാറ്റൂതും, ശക്തമായ കൊടുങ്കാറ്റുകൾ നമ്മുടെ മേൽ ആഞ്ഞടിക്കും. അമരത്ത് കർത്താവുണ്ട്. ഈ കൊടുങ്കാറ്റുകളൊന്നും കർത്താവ് അറിയാതെയല്ല വരുന്നത്. ഈ സമയം ചിന്തിക്കരുത്, ഞാൻ പ്രാർത്ഥിച്ചത് ബുദ്ധിമോശമായോ, എന്തിന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് സമയം കളഞ്ഞത്, വെറുതെ പ്രാർത്ഥന 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 എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം എന്തായി? ഇതല്ലേ സംഭവിച്ചത്? ഈ തകർച്ചയല്ലേ ഉണ്ടായത്? ഞാൻ ഏറെ സ്നേഹിച്ചവർ എന്നെ വിട്ടു പോയില്ലേ? ഈ രോഗം സുഖപ്പെട്ടില്ലല്ലോ, എൻ്റെ മക്കള് ഈ വിധമായി പോയല്ലോ, എൻ്റെ കുടുംബത്തിന് ഈ നാശം സംഭവിച്ചല്ലോ. പ്രാർത്ഥിച്ച് സമയം കളഞ്ഞത് ബുദ്ധിമോശമായി പോയി. കർത്താവിൻ്റെ പേരും പറഞ്ഞ് നടന്നത് അത് പൊട്ടത്തരമായിട്ട് മാറി. ഈശോയ്ക്ക് വേണ്ടി നിന്നതും, ഈശോയെ ആരാധിച്ചതും, ഈശോയെ പ്രഘോഷിച്ചതൊക്കെ ആ സമയം വേറെ പല കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കുറച്ചെങ്കിലും അഭിവൃദ്ധിപ്പെടുമായിരുന്നു. ലോകത്തിന് മുൻപിലെങ്കിലും കുറച്ചും കൂടി മാന്യത കിട്ടുമായിരുന്നു. കർത്താവിൻ്റെ പേരും പറഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി, ജോലി നഷ്ടപ്പെടുത്തി, ബിസിനസ് നഷ്ടപ്പെടുത്തി, കുടുംബത്തിൽ കൊടുക്കേണ്ട സമയം പോലും കുടുംബത്തിന് കൊടുക്കാതെ അതും നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഇത് സംഭവിച്ചല്ലോ. ഈ കൊടുങ്കാറ്റ് എൻ്റെ മേൽ ആഞ്ഞടിച്ചല്ലോ. ഈ വെള്ളപ്പൊക്കം എൻ്റെ കുടുംബത്തിന് മേൽ ഒഴുകിയല്ലോ. ദൈവമേ, എന്തുകൊണ്ട്? വൈ ലോർഡ്, വൈ ലോർഡ്, കർത്താവേ എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ഞാനും പലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈ സുവിശേഷ പ്രഘോഷണം കർത്താവിന് വേണ്ടി എൻ്റെ ടീനേജ് 15-ാമത്തെ വയസ്സിൽ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതാ. ഇടയ്ക്കൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ബുദ്ധിമോശമായോ ഈ സമയവും ഈ ആരോഗ്യവും സുവിശേഷ വേല ചെയ്ത് എത്ര രാത്രികൾ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രാവുകൾ പകലുകളാക്കി. പലവിധ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും സഹനങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത് ഇത് ബുദ്ധിമോശമായി പോയി എന്ന്. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. കാറ്റും വെള്ളപ്പൊക്കവും പേമാരി എല്ലാം പെയ്താലും ആ ഭവനം വീണില്ല എന്ന കർത്താവ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഇങ്ങനെ പ്രതിസന്ധി നമ്മൾ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ വിഷാദത്തിലേക്ക് പോവുകയാണ്. നമുക്കൊരു ഡിപ്രഷൻ വരികയാണ്. ഇല്ലേ എൻ്റെ സഹോദരങ്ങളെ? നമ്മൾ പലരും വിഷാദത്തിലാണ്. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഉള്ളു തുറന്ന് ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ല.
ശരിക്കും ആത്മാർത്ഥമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് എത്ര നാളുകളായി, എത്ര നാളായി എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഹൃദയം തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായി? എന്താ കാരണം? ഒരുപാട് നീറുന്ന നൊമ്പരങ്ങളുമായി നമ്മളിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. കർത്താവ് പറയാണ്, അത് പാറമേൽ പണിത ഭവനമായിരുന്നു. ഈ നാളുകളിലാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത്, വിശ്വാസം വളരേണ്ടത്, വിശ്വാസം ജ്വലിക്കേണ്ടത്. ഏത് പ്രതിസന്ധി അതിജീവിക്കുവാൻ വിശ്വാസത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ, പേമാരി പെയ്യുമ്പോൾ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, വിശ്വാസം മങ്ങിപ്പോകാതിരിക്കാൻ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിനെ നൽകിയതൊന്നും ബുദ്ധിമോശമല്ല കേട്ടോ, അതൊന്നും പാഴല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. സംഖ്യയുടെ പുസ്തകം 11:20 എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ വചനത്തിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളാണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ വചനം പറയുന്നത്? നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ ഒരു മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് നിങ്ങൾ വിലപിക്കുകയും നിങ്ങൾ നിലവിളിക്കുകയും ചെയ്തെന്ന് പറയാണ്. ഈജിപ്തിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശമായി പോയി. കർത്താവിനെ പ്രതി ഈ ജോലി നഷ്ടപ്പെടുത്തിയത് ബുദ്ധിമോശമായി പോയി. ഈശോയെ പ്രതി എൻ്റെ ബിസിനസ് ഞാൻ കളഞ്ഞത് ബുദ്ധിമോശമായി പോയി. ഈശോയെ പ്രതി എൻ്റെ കുടുംബത്തെ പോലും പലപ്പോഴും ശ്രദ്ധിക്കാതെ സുവിശേഷ വേല ചെയ്ത് മുന്നോട്ട് പോയത് ബുദ്ധിമോശമായിട്ട് പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർക്ക് നല്ല മിടുക്കരായി പഠിച്ച് നല്ല നല്ല വീടുകളും അവർക്ക് കാറുണ്ട്, അവർക്ക് മറ്റു പല സ്ഥലങ്ങളുണ്ട്, സുന്ദരമായി ജീവിക്കുമ്പോൾ ഇവിടെ ഈശോ എന്ന് വിളിച്ച് നടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈശോയെ ആരാധിച്ചിട്ട് ഒരു ഗതിയും പിടിക്കാതെ എൻ്റെ ജീവിതം ഇതുപോലെ ആയല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എന്തുമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ഇത് ബുദ്ധിമോശമായി പോയല്ലോ. ഈ സ്ത്രീ ഇവളെ എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചത് ബുദ്ധിമോശമായി പോയി എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ടോ? ഈ മനുഷ്യനെ എൻ്റെ ഭർത്താവായി ഞാൻ സ്വീകരിച്ചത് ബുദ്ധിമോശമായി പോയല്ലോ. ഈ വീട്ടിൽ ഞാൻ പിറന്നത് ബുദ്ധിമോശമായി പോയല്ലോ. അല്ലെങ്കിൽ ഈ ജോലിയിൽ ഞാൻ പ്രവേശിച്ചത് അബദ്ധമായി പോയല്ലോ. കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് ഞാൻ ഒരു സമർപ്പിതയായത് ബുദ്ധിമോശമായി പോയി എന്ന് ചിന്തിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരുണ്ടോ? ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ സമർപ്പിത ജീവിതത്തിലേക്ക് ഞാൻ വന്നത് ബുദ്ധിമോശമായി പോയല്ലോ. കർത്താവ് എനിക്ക് നൽകി ഈ പൗരോഹിത്യ വിളി, ഈ പൗരോഹിത്യ ശുശ്രൂഷ, അത് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് മതിയായിരുന്നു. ബുദ്ധിമോശമായി പോയോ കർത്താവെ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവത്തിന് വിളി ലഭിച്ചവരെ, ദൈവം തെരഞ്ഞെടുത്തവരെ എന്ത് പറഞ്ഞാ കരഞ്ഞത്? ബുദ്ധിമോശമായി പോയല്ലോ. പലപ്പോഴും നമ്മൾ ഇങ്ങനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇല്ലേ? ചിന്തിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും ദശാംശം കൊടുത്തു. പലപ്പോഴും ഇപ്പൊ ചിന്തിക്കുന്നത് ആ ദശാംശം കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ സുന്ദരമായൊരു വീട് പണിയാമായിരുന്നു. ഇത്രയും ദശാംശം കൊടുത്തിട്ടും ജീവിതം എവിടെയും എത്തിയില്ല. ചിന്തിക്കണം ദൈവമക്കളെ. ഞാനിത് പറയുന്നത് ഈ അടുത്ത നാളുകളിൽ പലരും ഫോൺ ചെയ്തും പലപ്പോഴും നേരിൽ കണ്ടപ്പോഴൊക്കെ അവർ പങ്കുവെച്ച ചില ആശങ്കകളാണിത്. അനേകരുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. പല മക്കൾക്കും മാതാപിതാക്കളോട് വെറുപ്പാണ്.
ഈ അപ്പനും അമ്മയും മക്കളെ ശ്രദ്ധിക്കാതെ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞ്, ഈശോ ഈശോ എന്ന് പറഞ്ഞ് പണവും സാധ്യതകളും കുടുംബത്തിന് നല്ല നല്ല നന്മകളൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് നൽകി. ഞങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു അതൊക്കെ, ഞങ്ങൾക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിച്ചുകൊണ്ട് മാതാപിതാക്കളെ പഴി പറയുന്ന പല മക്കളുമുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ചിന്തിക്കരുത്. കർത്താവിന് നൽകിയതൊന്നും ബുദ്ധിമോശമല്ല. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ലോകം പറയും ഇത്. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വീക്കാകുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ മണ്ടത്തരമായോ, ഇതൊക്കെ മണ്ടത്തരമായോ. പലരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ ക്യാൻസർ സുഖപ്പെട്ടില്ല, അവൾ എന്നെ വിട്ടു പോയില്ലേ, ഞാൻ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് ബുദ്ധിമോശമായി. എന്തിനെങ്ങനെ പ്രാർത്ഥിച്ചത്? ആ സമയം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യയോട് കൂടെ, എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ കുറച്ചും കൂടി സമയം ചെലവഴിക്കാമായിരുന്നു. ദിവ്യഗാനത്തിന് മുൻപ് ഞാൻ എത്രയും മണിക്കൂർ മുട്ടുകുത്തി ആരാധിച്ചു. എന്നിട്ടും എൻ്റെ മകൻ ബൈക്ക് അപകടത്തിൽ മരിച്ചില്ലേ? ഈ സമയം കർത്താവ് എവിടെയായിരുന്നു? എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്. അവർ സങ്കടം കൊണ്ടും വേദന കൊണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദിവ്യഗാനത്തിന് മുമ്പിൽ മുട്ടുകുത്തി നീ കൈവിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് അത് പാഴല്ല, അത് ബുദ്ധിമോശമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾക്ക് മാനുഷികമായി പെട്ടെന്ന് വിശദീകരണം തരാൻ പറ്റത്തില്ല. എങ്കിലും ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. റോമർ 8:28 എന്താ വചനം പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവർക്കെല്ലാം, അത് ദുരിതമാകട്ടെ, പരാജയങ്ങളാകട്ടെ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകളാകട്ടെ, ദുഃഖ ദുരിതങ്ങളാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, എന്തുമാവട്ടെ, അതെല്ലാം നന്മയാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ചില ഉള്ളിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്താ ഈ പറയുന്നത്, ഇതിൽ എന്ത് നന്മയുള്ളത്? ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് എനിക്ക് എന്ത് നന്മ ദൈവം തരാനാ? നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് അത് മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ് സാധു കൊച്ചു കുഞ്ഞുപദേശി. തൻ്റെ സുവിശേഷ യാത്രയിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ സാമുവേലെ, ആ കുഞ്ഞു മരിച്ചു പോവുകയാണ്. ഒരു ദിവസം സുവിശേഷ വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ താൻ ഏറെ സ്നേഹിച്ച തൻ്റെ പൊന്നോമന പൈതൽ സാമുവേൽ മരിച്ചു കിടക്കുന്നതാണ് ഈ ദൈവദാസൻ കണ്ടത്. തൻ്റെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്ന തൻ്റെ ഓമന പുത്രൻ. വേർപാടുകൾ എപ്പോഴും നമുക്ക് സങ്കടങ്ങളാണ് തരുന്നത്. വേർപാടുകൾ എപ്പോഴും നമുക്ക് നൊമ്പരങ്ങളാണ് തരുന്നത്. എന്നാൽ തൻ്റെ പ്രിയപുത്രൻ്റെ ആ ശരീരം തൻ്റെ തോളിലെടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന കൊച്ചുമുറിയിലോട്ട് ചെന്ന് ഈ വേലയ്ക്ക് വേണ്ടി തന്നെ വിളിച്ച് നിയോഗിച്ച തൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്ത് ഈ ദൈവമനുഷ്യൻ കണ്ണുറപ്പിച്ച് അദ്ദേഹം ആത്മനിറവോടെ പാടുകയാണ്. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. താൻ ഇത്രയും നാള് കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും കൊടിയ സഹനത്തിന് നടുവിൽ കർത്താവിന്റെ വേല ചെയ്തത്, കർത്താവിന് സാക്ഷ്യം നൽകിയത്, തൻ്റെ ആയുസ്സും ആരോഗ്യവും സമയവും സമ്പത്തുമെല്ലാം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒഴുക്കിക്കളഞ്ഞത് ബുദ്ധിമോശമായി പോയോ? ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ ഈ മകനെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് രക്ഷിക്കാമായിരുന്നില്ലേ? എൻ്റെ കർത്താവിനെ സുഖപ്പെടുത്താമായിരുന്നില്ലേ? എൻ്റെ കർത്താവിനെ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പരിപാലിക്കാമായിരുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വാസത്തിൽ മങ്ങിപ്പോയില്ല.
അദ്ദേഹത്തിന്റെ വിശ്വാസം ക്ഷയിച്ചു പോയില്ല. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് ദൈവദാസൻ വീണ്ടും വീണ്ടും പാടുകയാണ്. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ജീസസ്, 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 മൈറ്റി പവർ, മൈറ്റി ജീസസ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഒന്നും ബുദ്ധിമോശമല്ല കേട്ടോ. നമ്മളിനി അങ്ങനെ ചിന്തിക്കേണ്ട. ചിന്തിച്ചതിനെ ഓർത്ത് കർത്താവിനോട് ഏറ്റുപറയും. നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് മാത്രമല്ല, കർത്താവിൻ്റെ തീപ്പന്തമായി കത്തിജ്വലിച്ച പല പ്രവാചകന്മാർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ അനുഭവം. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് എലൈജ, ഏലീശ പ്രവാചകൻ. അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചുവെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഈ ഏലിയ പ്രവാചകന്റെ ശുശ്രൂഷ നാളുകളിൽ തനിക്കും അനുഭവപ്പെട്ടു, ഇത് ബുദ്ധിമോശമായോ, തൻ്റെ ഈ പ്രവാചക ശുശ്രൂഷ ബുദ്ധിമോശമായി പോയോ, താൻ എന്തിനാണ് ഇത്രയും എഫർട്ട് എടുത്ത് ഇത്രയും ത്യാഗം സഹിച്ച് കർത്താവിനെ പ്രഘോഷിച്ചത്, കർത്താവിൻ്റെ മിഷൻ ചെയ്തത്? ഇത്രയൊന്നും വേണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ജീവിതം മതി, എനിക്ക് മതി, മതി കർത്താവേ, ഈ ജീവിതം എനിക്ക് മതി, ഈ ശുശ്രൂഷ എനിക്ക് മതി, എനിക്കിവിടുന്ന് പോയാൽ മതി. തൻ്റെ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നിയ അനേക നിമിഷങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വചനം ഒന്ന് എടുത്ത് എല്ലാവരും ഒരുമിച്ച് വായിച്ചേ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19:4. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. ആരായി പ്രാർത്ഥിച്ചത്? ശക്തനായ പ്രൊഫറ്റ് എലൈജ. കർത്താവേ മതി. എല്ലാവരും ഇത് പറഞ്ഞേ, കർത്താവേ മതി, ഈ ശുശ്രൂഷ എനിക്ക് മടുത്തു, മതി കർത്താവേ, ബുദ്ധിമോശമായി പോയി, ഞാൻ എന്തൊരു മണ്ടത്തര ചെയ്തത്. മിഷൻ ശുശ്രൂഷ എന്ന് പറഞ്ഞ് എൻ്റെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി, എൻ്റെ അവസരങ്ങൾ എത്രയോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞാൻ വേറെ മറ്റു പലതിലുമാണ് വ്യാപരിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് എത്രയോ കാര്യങ്ങളിൽ സന്തോഷിക്കാമായിരുന്നു. ഇതൊക്കെ നമ്മുടെ തോന്നലുകളാട്ടോ, ഇതൊക്കെ നമ്മുടെ വിചാരങ്ങളാ. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിനേക്കാളും, കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനേക്കാളും, നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നതിനേക്കാളും ഉന്നതമായൊരു പദവിയും മഹത്വവും ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ പ്രാർത്ഥിച്ചു, മതി. നമ്മളും പറഞ്ഞിട്ടില്ലേ, മതി, ഇത്രയൊക്കെ മതി, ഈ പ്രാർത്ഥന മതി, ഈ വചനധ്യാനം മതി, സുവിശേഷ വേല മതി. എന്നിട്ട് എനിക്ക് ഇതെല്ലാം കിട്ടുന്നത് ഒരു സ്നേഹമോ പരിഗണനയോ ഒരു നല്ല വാക്കോ ഒരു പ്രോത്സാഹനമോ എനിക്ക് കിട്ടുന്നില്ല, മതി. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നാള് നിന്നത് എൻ്റെ സമയം ഞാൻ കളഞ്ഞു, എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി, എല്ലാം വേസ്റ്റായിപ്പോയി, ബുദ്ധിമോശമായി. ഇപ്പോഴാണ് സുബോധം വന്നത്, മതി. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അനുദപിക്കണം കർത്താവിൻ്റെ മുൻപിൽ. നമ്മുടെ വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഏലിയ ചിന്തിച്ചു. അവസാനം എന്താ പ്രവാചകൻ പറഞ്ഞത്? കർത്താവെ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ഞാൻ എൻ്റെ പിതാക്കൻ കേട്ടോ, അപകർഷത ബോധമൊക്കെ അവന് പിടികൂടുക. പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല, മതി കർത്താവേ, എനിക്ക് മരിച്ചാൽ മതി. ഇത് ഏലിയ പ്രവാചകന് മാത്രമല്ല, നമുക്ക് യോന പ്രവാചകൻ, നമുക്ക് ഇഷ്ടപ്പെട്ട യോന
കർത്താവ് ഒരുപാട് സ്നേഹിച്ച പ്രവാചകൻ യോന പ്രവാചകൻ. യോനയ്ക്ക് എന്തുണ്ടായത്? നല്ല അഭിഷേകമുള്ള പ്രവാചകൻ ഒറ്റ പ്രസംഗം കൊണ്ട് ഒരു രാജാവും അവിടുത്തെ സകല ജനങ്ങളും മാനസാന്തരപ്പെട്ടു. ഇതുപോലത്തെ ഒരു സുവിശേഷ പ്രഘോഷണം സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഒരു രാജ്യത്തെ സകല മനുഷ്യർ മാനസാന്തരപ്പെട്ടു. മൃഗങ്ങൾ പോലും ദൈവകൃപ കൊണ്ട് നിറഞ്ഞു. രാജാവ് പോലും അനുദപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അത്രയും അനോയിന്റഡ് ആയിട്ടുള്ള പ്രവാചകൻ. എന്നാൽ യോനയ്ക്ക് എന്താ ഉണ്ടായി? ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണെന്നേ. അതുകൊണ്ട് കോവിഡ് വർദ്ധിച്ചാലും, സാമ്പത്തിക ഞെരുക്കമുണ്ടായാലും, പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയാലും, ബിസിനസ് തകർന്നാലും, ജോലി നഷ്ടപ്പെട്ടാലും, പ്രതീക്ഷയ്ക്ക് യാതൊരു വക ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ വന്നാലും, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസം ക്ഷയിക്കരുത്, വിശ്വാസത്തിന് മങ്ങലേൽക്കരുത്. ഞാൻ ഇത്രയും നാളും പ്രവർത്തിച്ചതും ചെയ്തതും ചിന്തിച്ചതൊക്കെ ബുദ്ധിമോശമായി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മുടെ കർത്താവ് നല്ലവനാണ്. അവൻ എപ്പോഴും നല്ലവനാണ്. നമുക്ക് നന്മ മാത്രം നൽകുന്നവനാണ്. പ്രവാചകന യോന എന്താ പറഞ്ഞത്? 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം നമുക്ക് സ്ക്രീനിലോട്ട് നോക്കിയ വചനം വായിക്കാം. യോന 4:1. യോന ഇതിൽ അത്യധികം അസംതൃപ്തന് കുപിതനുമായി. അസംതൃപ്തി, തൃപ്തിയില്ലായ്മ, കുപിതനുമാവുകയാണ്. വീണ്ടും 3-ാമത്തെ വചനം എടുക്കാം, 4:3. അവിടെ യോന എന്താ പറഞ്ഞത്? നമ്മൾ പറയുന്ന സ്ഥിരം ഡയലോഗ പ്രവാചകൻ പറയുന്നത്, നമ്മുടെ അനുഭവം ഇത്. കർത്താവേ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് മതി എനിക്ക്. ഇത് എന്തിനാ ഞാൻ ജീവിക്കണേ? ഈ വീട്ടിൽ എന്തിനാ ജീവിക്കണേ? ഈ ഭർത്താവിനോടൊപ്പം, ഈ മക്കളോടൊപ്പം, അല്ലെങ്കിൽ ഈ ഭാര്യയോടൊപ്പം എന്നെ സ്നേഹിക്കാത്ത, എന്നോടൊന്നും പങ്കുവെക്കാത്ത, എന്നെ മാനിക്കാത്ത, എന്നെ കരുതാത്ത ഇവരോട് കൂടെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എനിക്ക് മടുത്തു, എനിക്ക് മതി. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഇല്ലേ എൻ്റെ സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മ പറയുന്നത്. യോന പറയാണ്, ആ വചനം വീണ്ടും പെട്ടെന്ന് വായിക്കാം. ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ബുദ്ധി മോശമായി പോയി. ഞാൻ താർസോസിലേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. ഈ നിനവയിലേക്ക് ഞാൻ വന്നു, അത് ആ തിമിംഗലത്തിന്റെ വായിൽ കിടന്നു. എന്തൊക്കെ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയത്, ഒക്കെ മണ്ടത്തരമായി, എല്ലാം ബുദ്ധിമോശമായി, എല്ലാം പാഴായിപ്പോയി. എനിക്ക് മരിച്ചാൽ മതി, മരിക്കുക നല്ലത്. അവസാനം നമ്മൾ ഫൈനലായി നമ്മൾ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്നറിയോ? മരിക്കുക. നമ്മുടെ ധാരണ മരണത്തോടു കൂടി എല്ലാം തീർന്നു എന്ന. ഇല്ല പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പിശാചിന്റെ ചതിയാണ്. ആത്മഹത്യ ചിന്തകള്, സൂസൈഡ് ടെൻഡൻസി, ഇതൊക്കെ പിശാച് തരുന്ന ചിന്തകളാണ്. 9-ാം വചനത്തിലോട്ട് വന്നേ, യോന പ്രവാചന പുസ്തകം 4:9. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദൈവം യോനയോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്ക് എന്ത് കാര്യം? ദൈവത്തോട് തട്ടിക്കേറുക. കണ്ടോ? കാരണം അത്രയും മനസ്സ് മരവിച്ചു പോയി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില പ്രശ്നങ്ങളും ചില വേദനകളും നൊമ്പരങ്ങളും തകർച്ചകളൊക്കെ, അപ്രതീക്ഷിതമായ ചില ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സും മരവിച്ചു പോകാറുണ്ട്. നമ്മുടെ മനസ്സ് തളർന്നു പോകാറുണ്ട്. യോന പ്രവാചകൻ മനസ്സ് മരവിച്ചുകൊണ്ട് എന്താണ് ദൈവത്തോട് പറഞ്ഞത്? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. എൻ്റെ ദൈവമേ, ഞാൻ ആ വചനം ഇപ്പൊ ചിരി വരിക. ഇത് ചിരിക്കേണ്ട സമയമല്ല കേട്ടോ. കാരണം ഇതിന്റെ സീരിയസ്നെസ് യോനയ്ക്ക് അതിന് വിഷമം അറിയുള്ളൂ. യോന കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകള് പ്രവാചകൻ അറിയുള്ളൂ. ദൈവത്തോട് പറയാ, മിണ്ടാതിരിക്കും ദൈവമേ, മരണം വരെ കോപിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന്. കാരണം അത്രയും മടുത്തു, അത്രയും തളർന്നു പോയി യോന. കണ്ടോ? ഒരു ഡിപ്രഷനിലേക്ക്, ഒരു വിഷാദത്തിലേക്ക് യോന വരികയാണ്. എല്ലാം ബുദ്ധിമോശമായി പോയി. യോനയ്ക്ക് മാത്രമാണ് ഇതുണ്ടായത്. ജോബിലോട്ട് വന്ന് ഞാൻ എന്തിനും ഓരോരുത്തരെയും കാണിക്കണമെന്നറിയോ? നമ്മൾ വളരെ ശ്രേഷ്ഠ, ഇവർക്കൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിഷമിക്കേണ്ട, കലങ്ങണ്ട. വിശ്വാസം വർദ്ധിക്കാൻ ചങ്ക് പൊട്ടി നിലവിളിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ഭവിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. ജോബിന്റെ പുസ്തകം അവിടെ 3:11 എന്താ ജോബ് പ്രാർത്ഥിച്ചത്? നമുക്ക് പെട്ടെന്ന്, ജനിച്ച ഉടനെ ഞാൻ
മരിക്കാഞ്ഞത് എന്ത്? ഞാൻ നല്ല ചോദ്യം ചോദിക്കണം. ജനിച്ച ഉടനെ ഞാൻ മരിക്കാത്തത് എന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല? എന്തിനാ ഞാൻ ഈ ലോകത്തിൽ? ഇപ്പൊ ചിലർ ചോദിക്കാറില്ലേ, ഞാൻ എന്തിനാ ഇവിടെ പിറന്നത്, എനിക്ക് എന്തിനാ ജന്മം തന്നത്? ഇതൊരു പാഴ്ജന്മമായി പോയല്ലോ. എല്ലാവരെയും കണ്ണുനീരിലാഴ്ത്താൻ, എല്ലാവരെയും ദുഃഖിപ്പിക്കാൻ, എല്ലാവർക്കും ഒരു വേദനയുണ്ടാക്കാൻ ഞാൻ എന്തിനാ പാഴായി ഈ ലോകത്തിൽ ജനിച്ചത്, ഈ കുടുംബത്തിൽ ജനിച്ചത്? ഞാൻ എന്തിനാ ഈ സമൂഹത്തിൽ വന്നത്? എൻ്റെ ദൈവമേ, ഇതൊരു പാഴ്ജന്മമാണല്ലോ. ഇതാരാ പറയുന്നത്? വിശ്വാസവീരനായ ജോബ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബാണിത് പറയണമെന്ന് ആലോചിക്കണം. വീണ്ടും 3:26, ജോബിന്റെ പുസ്തകം 3:26 ആ വചനം കൊണ്ട് ശ്രദ്ധിച്ച്. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്, എനിക്ക് വിശ്രമമില്ല, ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദുരിതങ്ങൾ, ചിലർ പറയാറില്ലേ, ഒരു വർഷത്തിൽ തന്നെ 4-5 പേര് വീട്ടിൽ മരിച്ചു. അടിക്കടിക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു, ആപത്തുകൾ ഉണ്ടാകുന്നു, പലവിധ ദുരിതങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇത് എന്ത് പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ. ജോബ് പറയാ, ഞാൻ അസ്വസ്ഥനാണ്, ആശ്വാസരഹിതനാണ്, ഒരുപാട് ദുരിതങ്ങൾ എൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോബ് ചിന്തിച്ചു, ഞാൻ കർത്താവിനെ സ്നേഹിച്ചത് ബുദ്ധിമോശമായി പോയി, ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചത് ബുദ്ധിമോശമായി പോയി. ഉള്ള കാലം അടിച്ചു പൊളിച്ച് സുഖിച്ച് സുന്ദരമായി ജീവിച്ചിരുന്നെങ്കിൽ ആ നല്ല കാലത്തെക്കുറിച്ച് ഒന്ന് സന്തോഷിക്കാമായിരുന്നു. ഇതിപ്പോൾ അതും കിട്ടിയില്ല, ഇതും കിട്ടിയില്ല, ജീവിതം ഇതുപോലെയായി. എന്തൊരു മണ്ടത്തര എനിക്ക് സംഭവിച്ചത്, എന്ത് ബുദ്ധിമോശമാണ് ഞാൻ ചെയ്തത്. വിശ്വാസ വീരനായ, പ്രാർത്ഥനാ വീരനായ ജോബ് പറയാ. നമുക്കേറെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ ജെറമിയ, ശക്തനായ പ്രവാചകൻ, കണ്ണുനീരിൻ്റെ പ്രവാചകൻ. ജെറമിയ എന്താ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണം. വചനം അധരത്തിൽ നിക്ഷേപിച്ചവനാ കർത്താവ് ജെറമിയായുടെ. ചെറുപ്പത്തിൽ തന്നെ പ്രൊഫറ്റിക് അനോയിന്റിങ് കൊടുത്ത്, പ്രൊഫറ്റിക് സീൽ കൊടുത്ത് ജെറമിയായെ തൻ്റെ ജനത്തിൽ നിന്ന് ദൈവം ഉയർത്തിയതാണ്. ഈ ജെറമിയ എന്താ പറഞ്ഞത്? ജെറമിയ പ്രവചനം 20:14 നമുക്കെടുക്കാം. ജെറമിയ പ്രവചനം 20:14. ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. ദൈവമേ, ഇതാരാ പറയുന്നത്? വിശ്വാസത്തിന്റെ തീയായ ജെറമിയ. പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ അസ്വസ്ഥപ്പെടരുത്. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് നോക്കണം. വിശ്വാസം മൂലം ജീവിക്കേണ്ട നാളുകളാണിത്. കർത്താവിന് നൽകിയതൊന്നും ബുദ്ധിമോശമല്ല ദൈവമക്കളെ. ജെറമിയ പ്രാർത്ഥിച്ചു. വീണ്ടും 18-ാം തിരുവചനം, ജെറമിയ പ്രവചനം 20:18. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനാണോ? എൻ്റെ ദിനങ്ങൾ അവമാനത്തിൽ കഴിച്ചു കൂട്ടുന്നതിനോ? ജെറമിയ വിലപിക്കുകയാണ്. ഞാനൊരാളെയും കൂടി അങ്ങ് പരിചയപ്പെടുത്താൻ പോവാ. സ്ത്രീകളെയും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ലല്ലോ. എൻ്റെ അമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് പറ്റിയ ഒരാളെ കാണിച്ചു തരാൻ പോവാണ്. അവളുടെ പേരാണ് നവോമി. നല്ല കൃപയുള്ള അമ്മയായിരുന്നു, നല്ല അഭിഷേകമുള്ള സ്ത്രീ ആയിരുന്നു, നല്ല വിശ്വാസത്തിൻ്റെ നിറവുള്ളവളായിരുന്നു നവോമി. എന്നാൽ ഈ നവോമി എന്താ പറഞ്ഞത്? റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ നിങ്ങൾ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി വായിച്ച്, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ ഉറക്കെ വായിച്ച്. ഇതാ റൂത്തിന്റെ കൈയും പിടിച്ച് ബെത്ലഹേമിലേക്ക് നവോമി തിരിച്ച് അവിടെ എത്തുകയാണ്. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. ഈ ചോദ്യത്തിന് മറുപടിയായി നവോമി എന്താ പറഞ്ഞു? 20-ാമത്തെ വചനം എന്താ പറഞ്ഞത്? എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. മാറ എന്നുള്ള വാക്കിനകത്ത് ബിറ്റർ, കയപ്പ് എന്നാണ്. നിങ്ങൾ എന്നെ നവോമി എന്നല്ല വിളിക്കേണ്ടത്, കയപ്പുള്ളവൾ, ശപിക്കപ്പെട്ടവള്, മാറ എന്ന് വിളിക്കണം. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. നമ്മൾ പലപ്പോഴും ദൈവമേ എന്തുകൊണ്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചു? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ, നമുക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ
നമ്മുടെ മനസ്സിന് ഒരുപാട് മുറിപ്പാടുകൾ സംഭവിക്കുമ്പോൾ നമ്മളും ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് നീ ഇതുപോലെ ചെയ്തത്, ഇതുപോലെ പ്രവർത്തിച്ചത്? നവമി ചോദിക്കുക, സർവശക്തൻ കഠിനമായിട്ട് എന്നോട് പ്രവർത്തിച്ചത്. 21-ാമത്തെ വചനം വായിച്ചേ. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര നന്നായി ജീവിച്ചവനായിരുന്നു, ഞാൻ എത്ര നന്നായി ജീവിച്ചവളായിരുന്നു, നല്ല സമാധാനം സന്തോഷമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും കർത്താവിൻ്റെ പേര് പറഞ്ഞ് ഞാനിത് എടുത്തെടുത്ത് പറയുന്ന കാരണം എന്താണെന്നറിയോ? ഈ നാളുകളിൽ ഒരുപാട് ശുശ്രൂഷകർ സങ്കടപ്പെടുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്ത് നടന്നത് ബുദ്ധിമോശമായോ? ഈ കോവിഡ് നാളുകളിൽ ശുശ്രൂഷകളില്ല, ധ്യാനങ്ങളില്ല, കൺവെൻഷനുകളില്ല, കുടുംബം പുലർത്താൻ പറ്റുന്നില്ല, വാടക പോലും കൊടുക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല, അവിടെ വിദ്യാഭ്യാസ ചെലവുകൾ, ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് കണ്ണുനീരിലായിരിക്കുന്ന അനേകം ശുശ്രൂഷകരെ ഈ നാളുകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദർ, സഹോദര, ബുദ്ധിമോശമായി പോയി എന്ന് തോന്നുന്നത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എത്ര നന്നായി ജീവിക്കുന്നു, ഞാനും അന്ന് ജോലി ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ബിസിനസ് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഈ ഗതി വരില്ലല്ലോ. ഞാൻ മൂലമല്ല എൻ്റെ മക്കള് പലപ്പോഴും നല്ല ഭക്ഷണവും വസ്ത്രം കിട്ടാതെ വേദനിക്കുന്നത്. ഇത് ബുദ്ധിമോശമായി പോയല്ലോ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ഇല്ല സഹോദരങ്ങളെ, നീ വിശ്വസ്തയോടെ കർത്താവിന്റെ വേലയിൽ നിന്നാൽ നിന്നെ മാനിച്ചുയർത്തുന്നൊരു ദിവസം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഗ്ലോറിയസ് ഡേ, ഗ്ലോറിയസ് ഡേ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ പറയുന്നതല്ല, ഇത് സത്യമാണ് ദൈവമക്കളെ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഇതുപോലെ പല ദൈവദാസന്മാരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളിലും കർത്താവ് പ്രവർത്തിക്കും. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി നിങ്ങളെ മുദ്ര ചെയ്യും. നവോമി പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് ഞാൻ തിരിച്ചു വന്നു. അവസാനം അവൾ എന്താ പറഞ്ഞത്? കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യും. സർവശക്തൻ എനിക്ക് ഈ ആപത്ത് ദൈവമാണ് വരുത്തിയത്, ഈ തകർച്ച ദൈവം എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയത്, ഈ പരാജയം ഈ കുടുംബത്തിൽ ദൈവമാണ് അനുവദിച്ചത്. ദൈവം എന്നെ വരുത്തിയെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നെ നവോമി എന്ന് വിളിക്കുന്നത്? പക്ഷേ ഇനി നിങ്ങൾ ഇവരുടെയൊക്കെ ജീവിതം നോക്കണം. ഇവരെല്ലാം കൂടുതൽ ശക്തി പ്രാപിച്ചു. ജീവിതത്തിന് പ്രത്യേക സാഹചര്യങ്ങൾ ഇവരിങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും ദൈവം ഇവരെയെല്ലാം അനുഗ്രഹിച്ചു. ഇവരെല്ലാം ദൈവം ഉയർത്തി. ഇവരിലൂടെ അനേകം തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കായിരിക്കുന്നിടത്ത് ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, വിശ്വാസത്തിലുള്ള ക്ഷയങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, വിശ്വാസ തളർച്ചകൾ മാറട്ടെ, വിശ്വാസത്തിൻ്റെ മങ്ങലുകൾ മാറട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. ബുദ്ധിമോശമല്ല, ഇത് മണ്ടത്തരമല്ല, ഇത് പാടല്ല, ഇത് വെറുതെയല്ല. ഇതിന് പ്രതിഫലമുണ്ട്, ഇതിന് അനുഗ്രഹമുണ്ട്, ഇതിന് നന്മയുണ്ട്, ഇതിന് മഹത്വമുണ്ട്. ഈശോ, ഈശോ, ഈശോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പരിശുദ്ധാത്മ തീ തരണമേ, ആത്മാവിന്റെ കാറ്റടിക്കണമേ, ആത്മാവിന്റെ കൃപ പകരണമേ, ആത്മശക്തി നൽകണമേ, ആത്മാവിന്റെ അഭിഷേകം പ്രദാനം ചെയ്യണമേ. ആഗ്രഹിച്ച് കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വിളിച്ച് 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 പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. പണ്ടത്തെ പോലെ, പണ്ടത്തെ പോലെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആ വരികൾ പാടി കർത്താവിനെ ആരാധിച്ച് സ്നേഹം വർദ്ധിക്കട്ടെ, ആനന്ദം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ. യേശുവേ, ജീസസ്, മൈ ജീസസ്, ഈശോയേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാം മറന്ന് വിളിച്ചോ, വിളിച്ചോ, സ്നേഹത്തോടെ വിളിച്ചോ. ഇത് ബുദ്ധിമോശമല്ല, ഈ നിലവിളി ബുദ്ധിമോശമല്ല,
ഈ പ്രാർത്ഥന ബുദ്ധിമോശമല്ല. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. ഗ്ലോറി ഗ്ലോറി. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. ചേർന്ന് പാടിക്കേ. പണ്ടത്തെ പോലെ ആമേൻ. നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. ആനന്ദിച്ചു പാടാം. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖമാരിൽ ചേർന്ന് പാടുകേ. കർത്താവിന്റെ ദൂതന്മാരെ, മുഖ്യ ദൂതരെ, വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫയേലേ, കർത്താവിന്റെ ദൂതഗണങ്ങളെ ഓരോരെല്ലാവരും ഹല്ലേലൂയ പാടി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. പവർ പവർ. അഭിഷേകം ഇറങ്ങട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. പൈശാചിക പീഡകള്, നാരിക മുഖങ്ങള്, അന്ധകാര കെട്ടുകള്, തിന്മയുടെ വ്യാപാരങ്ങള്, തെറ്റായ ബോധ്യങ്ങള് യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഈശോ ഈശോ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ഈശോയേ, ഈശോ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ 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 കൃപൊഴുകട്ടെ. ഈശോയേ ഈശോയെ ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് നൽകിയത് ബുദ്ധിമോശമായി പോയോ? എന്താ നമ്മുടെ അഭിപ്രായം സഹോദരങ്ങളെ? ബുദ്ധിമോശമാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കാഴ്ചയുടെ ലോകത്തിൽ ജീവിക്കാനുള്ളവരല്ല, വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിലാണ്. വിശ്വാസ മണ്ഡലത്തിലേക്ക് നമ്മൾ ഉയരണം. കാഴ്ചപ്പാടിൻ്റെ ലോകത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക്, വിശ്വാസ മണ്ഡലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ എന്താ ഇതൊക്കെ നമ്മൾ കാണുന്നത്? കോവിഡ് പെരുകുന്നു, സാമ്പത്തിക തകർച്ചയുണ്ടാവുന്നു, യുദ്ധഭീഷണികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മതപീഡനങ്ങൾ, പാപത്തിന് അതിപ്രസരങ്ങൾ, ലോകവ്യാപകമായ ഭീകരപ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് വിശ്വാസ മണ്ഡലത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് നോക്കി കാണാൻ പറ്റണം. പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസം മൂലം ജീവിക്കേണ്ട നാളുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹെബ്രായ പുസ്തകം 10:38 വചനം പറയുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം ജീവിക്കാൻ പറ്റും ദൈവം. വിശ്വാസം മൂലം വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ പറ്റും. എന്താണ് ഈ വെള്ളപ്പൊക്കം? നമ്മൾ കേരളത്തിലുണ്ടായ ആ ഫ്ലഡ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, തകർച്ചകൾ, സഹനങ്ങൾ, പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, പരാജയങ്ങൾ, രോഗങ്ങൾ,
ഈ വെള്ളപ്പൊക്കങ്ങളെ വിശ്വാസം മൂലം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വിശ്വാസം മൂലം കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയും. വിശ്വാസം മൂലം പേമാരികളെ അതിജീവിച്ച് മുന്നേറാൻ പറ്റും. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം മൂലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ. നമ്മുടെ കർത്താവിനെ പ്രതി ഈ ഇങ്ങോട്ട് നോക്കി, ഈ ചെറുവിരലൊന്ന് നനയ്ക്കിയാൽ മതി. എന്ത് പറഞ്ഞത്, നമ്മൾ ചെയ്ത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഈശോയെ പ്രതിയാണത് ചെയ്യുന്നെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അതിന് പ്രതിഫലമുണ്ട്, ഒരു സംശയം നമുക്ക് വേണ്ട. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ ഈശോ പറഞ്ഞത്? നമുക്ക് പെട്ടെന്ന് വചനങ്ങൾ കാണാം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എന്നെ പ്രതി, ഈശോയെ പ്രതി സമയം കളഞ്ഞാൽ അത് ബുദ്ധിമോശമല്ലാട്ടോ. ഈശോയെ പ്രതി സമ്പത്ത് കളഞ്ഞാൽ, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ചെലവാക്കുന്നവരുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നിങ്ങൾക്കൊരു ദുരന്തം വരുമ്പോൾ, ഞാനന്ന് ദശാംശം കൊടുത്ത ഈ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം അതിജീവിക്കാമായിരുന്നു, അത് ബുദ്ധിമോശമായി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മളങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല പറഞ്ഞു വരുന്നത്. ഇനി ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. കർത്താവിന്റെ പ്രതിയാണ് നിങ്ങൾ നൽകിയതെങ്കിൽ അതിന് പ്രതിഫലം നിശ്ചയമാണ്, പ്രതിഫലം ഉറപ്പാണ്. എന്തുമാവട്ടെ ഈശോയെ പ്രതി അത് കൃപയായ അനുഗ്രഹമാക്കി ഈശോ തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് കൊളോസസ്കാർക്ക് ലേഖനം 3:24 എന്താ പൗലോസ്ലീഹ പറയുന്നത്? കൊളോസസ് 3:24 ഒരുമിച്ച് വചനം വായിക്കാം. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ കർത്താവിനെ പ്രതി എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും, എന്തൊക്കെ ഒഴുക്കിക്കളഞ്ഞാലും, എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാലും അത് ബുദ്ധിമോശമല്ല, അത് പാഴല്ല, അത് വെറുതെയാകുന്നില്ല. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് അതിനെല്ലാം എന്തുണ്ട്? പ്രതിഫലം അവകാശമായി ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. എബ്രായ പുസ്തകം 11:6 വരണം. ഓരോ ഈ പ്രതിഫലങ്ങളൊക്കെ ഇനി പറയാൻ പോയാൽ ദൈവമക്കളെ നമുക്കറിയാം, നമ്മുടെ ഒരുപാട് സമയം പോകും. നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ദൈവം തരുന്നു. നമ്മളിന്ന് പലപ്പോഴും അറിയുന്ന നഷ്ടങ്ങളും വേദനകളും മാത്രം നമ്മൾ പലപ്പോഴും അറിയുന്നത്. അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തരുമ്പോൾ പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവമുണ്ടെന്നും അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും കണ്ടോ. ദൈവം ശരണം പ്രാപിക്കുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10:42 കൂടി നമുക്ക് വരാം. മത്തായി 10:42 അവിടെ എന്താ ഈശോ പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുവനെ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് എൻ്റെ ദൈവമക്കളെ, കർത്താവിനെ പ്രതി ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലമുണ്ടെങ്കിൽ ജീവിതം കൊടുത്താൽ എന്തായിരിക്കും? ആരോഗ്യം നൽകിയാൽ എന്തായിരിക്കും? സമയവും സമ്പത്തും കഴിവുകളും സാധ്യതകളും കുടുംബങ്ങളും നമ്മുടെ പ്രൊഫഷനും നമ്മുടെ എല്ലാ അവസരങ്ങളും കർത്താവിനെ പ്രതി നൽകിയെങ്കിൽ എന്തായിരിക്കും പ്രതിഫലം? പ്രതിഫലത്തിന് വേണ്ടിയല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. Our God is good. നമ്മുടെ കർത്താവ് നല്ലവനാണ്. അവൻ എനിക്ക് വേണ്ടി ചെയ്ത നന്മ ഞാൻ ഓർക്കുമ്പോൾ ഇതൊക്കെ പകരമാവോ? ഇതുപോലെ 1000 ജന്മം കർത്താവിന് നൽകിയാലും അത് പകരമാവില്ല. അത്രമാത്രം വലിയ കാരുണ്യമാണ് കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ.
പ്രതിഫലം ലഭിക്കും. ബുദ്ധിമോശമല്ല ദൈവമക്കളെ, ഇതൊന്നും ബുദ്ധിമോശമല്ല. നമ്മൾ അതിനെ ഓർത്ത് വിലപിക്കരുത്, പഴി പറയരുത്, നമ്മൾ പിറുപിറുക്കി അസംതൃപ്തരാവരുത്. ഞാൻ ലക്ഷങ്ങൾ മുടക്കി, ബുദ്ധിമോശമായി പോയി, അത് അങ്ങേര് കട്ടുകൊണ്ടുപോയി എന്ന് വിചാരിക്കണം, അങ്ങേര് അത് മോഷ്ടിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവനത് കട്ടെടുത്തെങ്കിൽ കർത്താവ് ആ വ്യക്തിയോട് ഇടപെടും. നമ്മൾ വിഷമിക്കും, നമ്മൾ ഈശോയെപ്പെടുത്തേ കൊടുത്തെങ്കിൽ സമാധാനിച്ചിരുന്നോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും. ഞാനിത് പറയാൻ കാരണം, പലരും ഇങ്ങനെയൊക്കെ നീറി ബുദ്ധിമുട്ടി വേദനിച്ചിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് പിശാചിന്റെ ഡിസെപ്ഷനാണ്, സാത്താന്റെ ചതിയും വഞ്ചനയുമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിനെ അന്ധമാക്കുകയാണ് പിശാച്. എന്നിട്ട് കർത്താവിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുക, കർത്താവിന്റെ കൃപയിൽ നിന്ന് അകറ്റിക്കളയുക, കർത്താവിന്റെ കാരുണ്യത്തിൽ നിന്ന്, വിശ്വസതയിൽ നിന്ന് അകറ്റിക്കളയുക. ഇത് പിശാചിന്റെ കൊടും ചതിയാണെന്ന് തിരിച്ചറിയാൻ ദൈവമക്കളായി നമുക്ക് കഴിയണം. എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. ഇസ്രായേൽ ജനം വിലപിച്ചത് എന്തായിരുന്നു? ബുദ്ധിമോശമായി പോയി ഈജിപ്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഈ ബുദ്ധിമോശമായി എന്ന് ചിന്തിച്ച തൻ്റെ ജനത്തോട് കർത്താവ് എന്താ ചെയ്തത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് എന്താ ചെയ്തത്? ജോഷുവ പ്രവാചകന്റെ പുസ്തകം 23:14 എല്ലാവരും ഒരുമിച്ച വചനം വായിക്കണം. ജോഷുവ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്ന രംഗമാണ് വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗം. ഇതാ സകല മർത്യരും പോകേണ്ട വഴി എനിക്കും പോകാറായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ. ബുദ്ധിമോശമായല്ലോ എന്ന് വിലപിച്ച തന്റെ ജനത്തിന് വേണ്ടി കർത്താവ് ഈ വിധം പ്രവർത്തിച്ചുവെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ആ ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അധ്വാനങ്ങൾക്ക് വേണ്ടി ഇന്നും വീറോടെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് കർത്താവായ യേശു. ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലല്ലോ. അവസാന ആ വചനഭാഗം ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറി. നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറി. ഒന്നും വിഫലമായിട്ടില്ല. ഒന്നും വിഫലമായിട്ടില്ല. പ്രത്യേക സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ തോന്നും ബുദ്ധിമോശമായി, അബദ്ധമായി, ഇത് എടുത്തുചാട്ടമായി, ഒരു 10 പ്രാവശ്യം കൂടെ ചിന്തിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു, ഇത് ഇങ്ങനെയായിപ്പോയി അങ്ങനെയായിപ്പോയി എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ടെന്നേ. ദൈവത്തിൻ്റെ വിശ്വസ്തത അതിനേക്കാൾ എത്രയോ വലുതാണ്. ഇങ്ങനെ ചിന്തിച്ച് വിലപിച്ച തൻ്റെ ജനത്തോടാണ് കർത്താവ് ഈ വിധം കരുണ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മയും കർത്താവ് വിട്ട് കളയുകയില്ല. ഞാൻ അവസാനിപ്പിക്കുക ദൈവമക്കളെ, കർത്താവിന് നൽകിയത് ബുദ്ധിമോശമായോ? ഒരിക്കലുമില്ല. അത് വലിയ അനുഗ്രഹമാണ്, നന്മയാണ്, പ്രതിഫലമാണ്. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നു, തെസ്സലോനി സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 5:24 എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നൊരു വചനമാണ്. ഞാനൊരു അതിശയോക്തി പറയല്ല. ഇന്ന് രാത്രിയിൽ ഈ ലൈവ് പ്രോഗ്രാമിന് വരുന്നതിന് തൊട്ട് മുൻപ് ദിവികാണ് സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഈ അനുഭവങ്ങളൊക്കെ ചിലരുടെ ഹൃദയങ്ങൾ തൊട്ടുണർത്തുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പലപ്പോഴും കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കഠിനമായ ഞെരുക്കങ്ങളും സഹനങ്ങളും അധിക്ഷേപങ്ങളും അപഖ്യാതികളും അപവാദങ്ങളും മനസ്സിന് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന ചില വേദനകളും സഹനങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തുന്ന ശക്തമായൊരു വചനമാണ് 1 Thessalonians chapter 5 verse 24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളൊന്നുകൊണ്ടും വരി ചെയ്യേണ്ട, നമ്മളൊന്നുകൊണ്ട് അസ്വസ്ഥരാകേണ്ട, ആകുലചിത്തരാകേണ്ട, നമുക്ക് ഭയപ്പാടുകൾ വേണ്ട, ആശങ്കകൾ വേണ്ട. നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവ്
വിശ്വസ്തനായ ദൈവമാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഈ ഒരു വെളിപാടാണ് പലപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ, പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ആനന്ദത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നമ്മയൊക്കെ പ്രാപ്തമാക്കുന്നത്. ഷെക്കേന ടെലിവിഷൻ മാധ്യമ ശുശ്രൂഷ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കടുത്ത പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അത്രമാത്രം ഭാരിച്ച സാമ്പത്തികമായ ചെലവുകൾ. ഈ വചനം ഉറപ്പ് തരികയാണ്, വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണെങ്കിൽ അതിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കും.